ഹലോ ഫ്രണ്ട്സ്, 24 മണിക്കൂറും പുട്ടും ബീഫും കൊടുക്കുന്ന ഒരു കട. അതായത് പൊറോട്ടയിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉള്ള ഒരു കട. നൂൽ പൊറോട്ട, പാൽ പൊറോട്ട, കൊത്തു പൊറോട്ട, കീഴ് പൊറോട്ട, അങ്ങനെ ഒരുപാട് വെറൈറ്റീസുകളുള്ള പെരിന്തൽമണ്ണ പൊന്നിയൻകുറിശ്ശിയിലുള്ള ബാലേട്ടൻ്റെ പുട്ടുകടയിലേക്കാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. ബാലേട്ടൻ്റെ സ്പെഷ്യൽ കീഴ് പൊറോട്ടയും കൊത്തു പൊറോട്ടയും ഉണ്ടാക്കുന്ന രീതി നമുക്ക് ഈ വീഡിയോസിൽ കാണാം. അവിടെ 5 വർഷം നടത്തി. അതിന് ശേഷമാണ് ഇവിടെ എന്തൊക്കെയാണ് ഡിഷ് സ്പെഷ്യലായിട്ട് എന്തൊക്കെയാണ്? ഇവിടെ നമ്മൾ കാര്യമായിട്ട് കൊത്തു പൊറോട്ട, കീഴ് പൊറോട്ട, ഇനിയിപ്പോൾ ഈ 1-ാം തീയതി മുതൽ നമ്മൾ പാൽ പൊറോട്ട, അതേമാതിരി നൂൽ പൊറോട്ട ഇതിലൊക്കെ കൊണ്ടുവരും. അപ്പോൾ നമ്മളെ ഡൈനിങ് കുറച്ചുകൂടി വിപുലീകരിക്കുകയാണ്. അപ്പോൾ അത് കാരണം അവിടെ ഒരു 5 ടേബിൾ കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ വളരെ വിശാലമായിട്ട് കൊടുക്കാൻ പറ്റും. നമ്മളെ ചെറിയൊരു കടയാണ്, അതിൻ്റെ ഒരു പരിമിതികളുണ്ട്. അതിൽ കുറച്ചും കൂടി സ്പെഷ്യലായിട്ടുള്ളത് പുട്ടും ബീഫുമാണ്. ഇവിടുത്തെ മെയിൻ ബീഫാണ് മെയിൻ സ്പെഷ്യലായിട്ടുള്ളത്. നമ്മൾ 8 മണി രാവിലെ 8 മണിയാകുമ്പോഴേക്കും ബിരിയാണി കഴിക്കും. പിന്നെ അതിൻ്റെ ശേഷം കൊത്തു പൊറോട്ട, കീഴ് പൊറോട്ട, പിന്നെ പൂള ബീഫ്, പൂള പോട്ടപ്പം, പകലൊക്കെ ലീവാണ്. ഇല്ല 14 മണിക്കൂറും ഇത് പൂള ബീഫ്, പൂള പോട്ടെല്ലാം എല്ലാം ലൈവാണ്. വലിയ കുഴപ്പമില്ല. രാത്രിയിലൊക്കെ നമ്മളൊരു ബീഫിലൊക്കെ നമ്മൾ എണ്ണ ഇല്ലാത്ത ഉണ്ടാകുന്ന ബീഫ് അതിൻ്റെ ഒരു കഞ്ഞി ബിരിയാണി. പിന്നെ രാവിലെ പുട്ടും ബീഫും ടൈം ഉണ്ടാവും. 24 അതെ, നമ്മൾ ഓൺലൈനിലൊക്കെ കൊടുക്കുന്ന കാരണം പൂള ബീഫ് എപ്പോഴും ഡെലിവറി ഉണ്ടാവും. നമ്മളെ ഡെലിവറി അല്ല, ഫുഡ് ഡെലിവറീസ് ഈറ്റിക്കോ, അതേമാതിരി സ്വിഗ്ഗി, സൊമാറ്റോ അവരുടെ 30 വർഷത്തോളമായി ഹോട്ടൽ ഫീൽഡ്. മലമ്പുഴയായിരുന്നു ആദ്യം. മലമ്പുഴ പാലക്കാട്. അന്നത്തെ സമയത്ത് അവിടെ 1 ലക്ഷത്തിൻ്റെ കച്ചവടം ചെയ്തതാണ്. നമ്മുടെ ജ്യേഷ്ഠൻ്റെ ഹോട്ടലായിരുന്നു. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസും പിന്നെ നമുക്ക് പാചകത്തിനോടുള്ള ഒരു താല്പര്യം, ഞാനങ്ങനെ പാചകത്തിലേക്ക് ഇറങ്ങി പാചകമെല്ലാം പഠിച്ചു. പല ഭണ്ഡാരികളുടെയും ടെക്നിക്സുകളാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് വെറൈറ്റി ആയിട്ട് കൊത്തു പൊറോട്ട ഞാൻ കൊടുക്കാൻ വേണ്ടി 2-3 കൊല്ലം കഴിഞ്ഞു. ഇവിടെ നന്നായിട്ട് പോകുന്നുണ്ട് കൊത്തു പൊറോട്ട, കീഴ് പൊറോട്ട. മലമ്പുഴ എവിടെ ചെയ്തിരുന്നതാണ്?
മലമ്പുഴ ആകെ 2 ഹോട്ടൽ ഉണ്ടായിരുന്നുള്ളൂ. അതിലൊന്ന് ഞങ്ങളതാണ് 93 മുതൽ വലിയ ഹോട്ടലാണ്. അന്ന് ഇന്നത്തെ കാലത്ത് 2 ചാക്ക് അരി ഒരു ദിവസം ഗ്രാമത്തിൽ ഉച്ച കിട്ടുന്നത് അതിന്റെ അപ്പുറത്ത് അടുത്താണ് കവയെ പോണത്. കവ പൊറോട്ട തമിഴ്നാട്ടിലൊക്കെ ശരിക്കും കല്ലുമട്ടപ്പാണ് കിട്ടുന്നത്. നമ്മൾ ഫ്രൈ പാനിൽ ചെയ്തിട്ട് വിളിച്ചാൽ ആര് ഉണ്ട് ബീഫാക്കല്ലേ? ബീഫാക്കല്ലേ? സാധാരണ രീതിയിൽ എന്താ വെച്ചാൽ ഇത് നമ്മൾ നാക്കലല്ല, ഈ നാക്കലയിൽ 2 നാക്കലയിൽ വെച്ചിട്ടാണ് ഇത് പൊടിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ നാക്കല കിട്ടാനുള്ള വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഈ രീതിയിൽ നമ്മൾ സിൽവർ കോയിനുള്ളത് നമ്മൾ ഈ വാഴേൻ്റെ വെച്ചിട്ട് അതിലാണ് നമുക്ക് ഫില്ലിങ് കാര്യങ്ങൾ കൊടുക്കുക. എന്നിട്ട് പാക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ വളരെ സ്കീമായിട്ട് കിട്ടും. എന്നിട്ട് വാഴേൻ്റെ ആകുമ്പോൾ ഇവിടെ ചെയ്തിട്ടുണ്ടാകും. ഇത് നല്ല പാക്കിംഗ് ആയിട്ട് നല്ല സ്കീമായിട്ട് കിട്ടും. നമ്മൾ ആ സമയത്ത് നമ്മൾ പീക്ക് ടൈമിലാണ് 45 കിലോമീറ്റർ കീ പൊറോട്ട ഇവിടെ ബീഫിലും ചിക്കനിലുമാണ് ചെയ്യുന്നത്. ഞങ്ങൾ മേടിച്ചത് ബീഫിലുള്ള കീ പൊറോട്ട ആയിരുന്നു. ഒരു രക്ഷയില്ലാത്ത അസാധ്യ കോമ്പിനേഷൻ, ഒരു രക്ഷയില്ലായിരുന്നു. വാഴയിലയിൽ നല്ല ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ബീഫും പുട്ടും അതും ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നു. പിന്നെ അതായത് ഇവിടുത്തെ ബീഫിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ തീരെ എണ്ണ യൂസ് ചെയ്യാത്ത ബീഫാണ്. അപ്പോൾ ഈ ലൊക്കേഷൻ ആരും മറക്കണ്ട. പെരിന്തൽമണ്ണ പൊന്നിയാംകുറിശ്ശിയിലുള്ള 24 hours ഓപ്പൺ ആയിട്ടുള്ള ബാലേട്ടൻ്റെ പുട്ടുകട.